രോഹിത്തേട്ട, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധി എഴുതിയെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ തരംഗമെന്നല്ല, UDFന്റെ കൊടുങ്കാറ്റ് എന്ന് വേണം പറയാൻ. അപ്പോൾ UDF അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു അല്ലേ? ഉറപ്പായിട്ടും UDFന്റെ കൊടുങ്കാറ്റ് എന്നല്ല, UDFന്റെ സുനാമി, ഒരു വലത് സുനാമി കേരളത്തിൽ ആഞ്ഞടിക്കുന്നു. തരംഗമല്ല, ഇത് തരംഗത്തിക്കും മേലെ എന്തോ ഒന്ന് കേരളത്തിൽ അടിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ കൃത്യമായി പ്രവചിച്ചിരുന്നു. ഈ വലിയ മുൻനിര മാധ്യമങ്ങളുടെ വലിയ ടെക്നോളജികളോ ഒന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും നമ്മൾ നടത്തിയ യാത്രകൾ, 14 ജില്ലകളിലെയും ജനങ്ങൾക്കിടയിൽ നമ്മൾ നടത്തിയ അവരുടെ അഭിപ്രായ ശേഖരണങ്ങൾക്കൊക്കെ 85 മുതൽ 96 സീറ്റ് വരെ നമ്മൾ പ്രവചിച്ചു. ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ UDF 97 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ഒരു 95 സീറ്റിനകത്ത് 85-നും 95-നും ഇടയിൽ ഒരു സീറ്റിലേക്ക് ഇത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. നോക്കൂ മേഘ, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നേഷൻ ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരായ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു, നിങ്ങൾ എടുക്കുന്ന പൊളിറ്റിക്കൽ ലൈൻ, അതായത് UDF വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തും എന്ന് നമ്മൾ അന്ന് മുതലേ പറയുകയാണ്. UDFന് അനുകൂലമായി, എന്നാൽ UDFന്റെ മോശം കാര്യങ്ങൾ, UDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആര് തന്നെ ആയാലും അവർ കാണിക്കുന്ന മോശം കാര്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട്, എന്നാൽ നാടിന്റെ വികസനത്തിന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടങ്ങി വെക്കുകയും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കുകയും ആ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലാണ് നേഷൻ ഫസ്റ്റ്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കണ്ടിട്ട് പല മാധ്യമ സുഹൃത്തുക്കളും പറഞ്ഞു, നിങ്ങൾ BJPക്ക് അനുകൂലമായി വീഡിയോ ചെയ്താൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വീഡിയോ ചെയ്താൽ നിങ്ങൾക്കൊപ്പം പ്രേക്ഷകരുണ്ടാകും, നിങ്ങൾക്ക് വലിയ റീച്ച് കിട്ടും, അതിലൂടെ ഈ സോഷ്യൽ മീഡിയ റവന്യൂ വലിയ രീതിയിൽ സോഴ്സ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഉപദേശിച്ച ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ട്. പക്ഷെ അന്നും UDFന് വേണ്ടി സംസാരിക്കാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായി ഇല്ലാതിരുന്ന കാലത്താണ് നേഷൻ ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഉയർന്നു വന്നത്. നാടിൽ ഈ പറയപ്പെടുന്ന കോൺഗ്രസ് തിരിച്ചു വരുമെന്ന ഉത്തമ ബോധ്യം, ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കുമെന്ന ഉത്തമ ബോധ്യം, കേരളത്തിന്റെ മണ്ണിൽ BJP മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന്, കാവ്യവൽക്കരണത്തിന് ഇടമില്ല എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ നേഷൻ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നേഷൻ ഫെസ്റ്റ് അന്ന് മുതലെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടിക്കൊണ്ട് ഈ പറയപ്പെടുന്ന VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFനെ അധികാരത്തിലേക്ക്, രാജസിംഹാസനത്തിലേക്ക്, കഴിഞ്ഞ തവണ 41 സീറ്റുകളിലേക്ക് ഈ നാട് UDFനെ ഒതുക്കിയെങ്കിൽ LDFന് ഇത്തവണ അതിലും താഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് LDFന് നേതൃത്വം കൊടുത്ത പിണറായി വിജയനെ പോലും 5-6 റൗണ്ടിലും 6-ാം റൗണ്ടിലും പിന്നാലാക്കിക്കൊണ്ട് UDFന്റെ ഒരു വലിയ തേരോട്ടം ഈ നാട്ടിൽ സംഭവിക്കുമ്പോൾ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ചാനൽ നേതൃത്വം കൊടുത്തതിൽ വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഒരുപാട് പേർ പറഞ്ഞു UDFന് അനുകൂലമായി ചാനൽ നടത്തിയാൽ ആ ചാനൽ സക്സസ് ആവാൻ യാതൊരു വിധമായ വഴിയും. പക്ഷേ നമ്മളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. നമ്മൾ കണ്ട യാഥാർത്ഥ്യങ്ങളിൽ, നമ്മൾ കണ്ട ശരിയായ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയതിന്റെ കൂടി ഫലമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കും. നോക്കൂ, കേരളത്തിൽ ഒരു വലിയ തരംഗം ആഞ്ഞു വീശുകയാണ്. UDF ലേബലിൽ മത്സരിച്ച ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് കടന്നുകൂടിയ പല ആളുകളും, എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിൽ ആകെ നമ്മളുടെ ഒരു പ്രഡിക്ഷനിൽ തെറ്റുപറ്റിയത് NDA 0 സീറ്റിൽ ഒതുങ്ങും എന്നുള്ളതാണ്. നമ്മുടെ നിയമത്ത് വലിയ രീതിയിൽ 3000 ശിഷ്ടവോട്ടുകളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുതിക്കുന്നു. പക്ഷെ അതൊരു ജനാധിപത്യ പ്രക്രിയയായി കാണാൻ സാധിക്കുന്നില്ല, അതൊരു പണാധിപത്യ പ്രക്രിയയുടെ ഫലമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഒരിക്കലും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കാൻ യാതൊരു വിധമായ സ്കോപ്പും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പണം അവിടെ ഈ പറയപ്പെടുന്ന തരത്തിൽ ചിലവഴിച്ചതിന്റെ പരിണിത ഫലമാണ് അവിടെ കാണുന്നത് എന്ന് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. ഒരു 95 സീറ്റിലേക്കൊക്കെ UDF അധികാരത്തിലേക്ക് എത്തും. അതിലും വലിയ ചാരിതാർത്ഥ്യം എന്റെ കൂടി നിയോജക മണ്ഡലമായ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല വലിയ രീതിയിലുള്ള വിജയം നേടുമെന്ന് കൃത്യമായ നിരീക്ഷണത്തിലൂടെ, അവലോകനത്തിലൂടെ നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ അറിയാവുന്ന, എന്നെ വ്യക്തിപരമായി അറിയാവുന്ന നാട്ടുകാർ പോലും നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾക്കടിയിൽ വന്ന് നമ്മളെ തെറി വിളിക്കുന്നതും ആക്ഷേപിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇതാ ചിത്രം തെളിയുമ്പോൾ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സത്യം ജയിക്കുകയാണ്, ധർമ്മം ജയിക്കുകയാണ്. അധർമ്മത്തിനും അസത്യത്തിനും ഈ നാട്ടിൽ വിലയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട്
ഈ നാട്ടിലെ പൊതുജനം ഒന്നടങ്കം UDF-നെ അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ച. ബഹുമാനപ്പെട്ട കേരളത്തിലെ 10 വർഷം നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോടൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതായത് നോക്കൂ, ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിൽ 2000 ശിഷ്ട വോട്ടുകൾക്ക് 5ാം റൗണ്ട് എണ്ണി തീരുമ്പോഴും UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ലീഡ് കുറഞ്ഞു വരുന്ന കാഴ്ചയുണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ അവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവമല്ല അവിടെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തനായ മരണപ്പെട്ട ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിലും പത്തനാപുരത്തും ഫാക്ടർ ഉമ്മൻചാണ്ടി തന്നെയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനോ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയോ ആയിരുന്നില്ല മത്സരിച്ചത്. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായ മുഖ്യമന്ത്രി 1536 വോട്ടുകൾക്ക് പിണറായി വിജയൻ മുന്നിലെന്ന് പറയുമ്പോൾ നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് നിയമസഭയിൽ വരുന്ന ഒരു സാഹചര്യം. നിലവിൽ നമ്മളിപ്പോൾ വീട് ചെയ്യുമ്പോൾ 1552,000 ശിഷ്ട വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ ഒരു മണ്ഡലത്തിൽ കേരളത്തെ 10 വർഷം നയിച്ചൊരു മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടി നേരിടുമ്പോൾ ഇതിലും ഭേദം രാഷ്ട്രീയ വനവാസമാണ്. VD സതീശൻ പറഞ്ഞ വനവാസം സത്യത്തിൽ അനുഭവിക്കേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. എന്തൊരു നാണക്കേടാണെന്നേ. നിങ്ങൾക്ക് മുമ്പ് 5 വർഷക്കാലം കേരളം ഭരിച്ച ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹം നേടിയതിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയെങ്കിൽ വീണ്ടും അവിടെ 30,000 കടക്കുകയാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ പേര് പ്രചരണത്തിൽ വോട്ടെണ്ണലിൽ ഒരിടത്ത് പോലും ചാണ്ടി ഉമ്മൻ പിന്നിലാണ് എന്ന് നമ്മൾ കേട്ടില്ല. പിണറായി വിജയൻ 1536 വോട്ടുകൾക്ക് ആയിക്കോട്ടെ, 5000-നോ 10,000-നോ 25,000 വോട്ടുകൾക്ക് വിജയിച്ചാൽ പോലും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് തിരുത്തണം. വിജയൻ എന്നത് മാറ്റി പരാജിതൻ എന്ന് തിരുത്തേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ മാത്രമാണ് പറയാനുള്ളത്. നാണമാകില്ലേ ഇങ്ങനെ ഒരു വിജയവും പേര് നിയമസഭയിൽ വന്നിരിക്കാൻ? നാണമാകില്ലേ നാളെ സഖാക്കന്മാരുടെ മുഖത്ത് നോക്കാൻ? നിങ്ങൾ പരാജയമായിരുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടുന്ന സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ച, നിങ്ങൾക്കെതിരെ വിമത ശബ്ദമുയർത്തിയ G സുധാകരൻ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു. ഈ പറയപ്പെടുന്ന TK ഗോവിന്ദൻ മാസ്റ്റർ വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം പഴയ സഖാവാണ്, അദ്ദേഹം നടന്നെടുക്കുന്ന കാഴ്ച. അതിനുമപ്പുറത്തേക്ക് ഇന്ന് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സത്യസന്ധനായ നേരിന്റെ പാതയിലൂടെ സഞ്ചരിച്ച സഖാവിനെ വെട്ടിവീഴ്ത്തിയതിന്റെ വാർഷിക ദിനമാണ്. ആ വാർഷിക ദിനത്തിൽ വടകരയിൽ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ KK രമ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്നു. ആകെ പ്രതിസന്ധിയുള്ളത് ഇടതുപക്ഷത്തിൽ നിന്ന് വലതുപക്ഷത്തേക്ക് വന്നതിൽ പ്രതിസന്ധിയുള്ളത് ഈ പറയപ്പെടുന്ന നമ്മുടെ ഐഷ പോറ്റിക്ക് മാത്രമാണ്. എങ്കിലും കേരളത്തെ 5 വർഷം ഭരിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി അവിടെ കഷ്ടപ്പെടുകയാണ്. 100-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലീഡ് ചെയ്യുന്നത്. ഉമ്മന്നൂർ പഞ്ചായത്തിന് തീരുമ്പോൾ ആ 100 വോട്ടൊക്കെ മാറുന്ന ഒരു സാഹചര്യം കൊട്ടാരക്കരയിലുണ്ട്. കൊട്ടാരക്കരയും പത്തനാപുരവും അടക്കം കൊല്ലം പിടിച്ചാൽ കേരളം പിടിക്കും. തിരുവനന്തപുരം പിടിച്ചാലല്ല, കണ്ണൂർ പിടിച്ചാലല്ല, കൊല്ലം പിടിച്ചാൽ കേരളം പിടിക്കാൻ സാധിക്കും. കൊല്ലത്തിന്റെ കമ്മ്യൂണിസ്റ്റ് കോട്ട കൊത്തളങ്ങൾ തകരുന്ന കാഴ്ച കേരളത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ പ്രബലന്മാരായിരുന്ന KM മാണിയും R ബാലകൃഷ്ണപിള്ളയും നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് പിയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുന്ന കാഴ്ചയ്ക്കാണ് 2024 ഈ തിരഞ്ഞെടുപ്പ്. സത്യത്തിനൊപ്പം നിന്ന, നീതിക്കൊപ്പം നിന്ന, യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലും RSPക്കും CMPക്കും ഒക്കെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഘ, എന്തു തന്നെയായാലും നേഷൻ ഫസ്റ്റിന്റെ എഡിറ്റോറിയൽ പോളിസികൾ കൃത്യമായിരുന്നു, സത്യസന്ധമായിരുന്നു എന്ന് പ്രേക്ഷകരോട് ഈ നിമിഷം പങ്കുവെക്കുന്നതിൽ ചാടി നടത്തിയപ്പോൾ ഞാൻ പത്തനാപുരത്താണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തകന്റെ മേലങ്കികൾ അഴിച്ചു വെച്ചുകൊണ്ട് ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി മാറുകയാണ്. താങ്ക് യു.